നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു 3 ടിപ്സായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുളവിയൊക്കെ കുത്തിയാൽ, അതായത് കുളവിക്കൊക്കെ കുത്തിയാൽ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനും, കുളവി കുത്തിയതൊക്കെ പോകാനും, അതുപോലെ തന്നെ നമ്മുടെ ചുമയൊക്കെ പെട്ടെന്ന് തന്നെ പോകാനുള്ളത് ഒരു ടിപ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ജലദോഷം, തലവേദന അതൊക്കെ പോകാനുള്ള ഒരു ടിപ്സൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മുക്കൂറ്റി തപ്പി ഇറങ്ങിയതാണ് ഇവിടെ. അപ്പം നമ്മൾ പറമ്പിൽ മുക്കൂറ്റി ഉണ്ടോ നമ്മളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം മുക്കൂറ്റി തപ്പി നമ്മൾ പറമ്പിൽ ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്, ഈ ഒരു സൈഡിൽ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കിട്ടിയിട്ടോ മുക്കൂറ്റി. അപ്പോൾ നമ്മൾ ഈ മുക്കൂറ്റി നമ്മൾ പറിക്കുകയാണ്. തൽക്കാലം നമുക്ക് ഒരെണ്ണം മതിയായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഇവിടെ. അപ്പം ദിൽജക്കുട്ടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. അപ്പം ദിൽജായ്ക്ക് ചുമയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ദിൽജായ്ക്കും കൂടെ ഈ മരുന്ന് ഫലപ്രദമാവും. അപ്പം നമ്മൾ കുളവിയൊക്കെ കടിച്ചാൽ തടിച്ച് വരില്ലേ. അപ്പം തടിച്ച് വരുന്നതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഉപകാരപ്പെടുന്ന ഒരു 3-4 ടിപ്സായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ മുക്കൂറ്റി. വേറൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നണം. എന്തായാലും നമുക്കിത് കൊണ്ട് അമ്മയുടെ കൊണ്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മുക്കൂറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇതാണ് കേട്ടോ മുക്കൂറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് പൂവൊന്നുമില്ല കേട്ടോ, ഒരു മഞ്ഞ കളറാണ് ഇതിൻ്റെ പൂവ്. അപ്പോൾ നമുക്ക് മുക്കൂറ്റി പറിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മുക്കുറ്റി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ഞളാണ് കേട്ടോ എടുക്കാനേ പോകുന്നത്. അപ്പോൾ അപ്പം നമ്മളത് മഞ്ഞൾ കണ്ടു ഇതിനകത്ത് കൃഷി ചെയ്തേക്കുന്ന കേട്ടോ, ഈ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത്. അപ്പം നമ്മളിതേ മഞ്ഞൾ തപ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുകയാണ് മഞ്ഞളുണ്ടോ എന്ന്. ഇത് മഞ്ഞൾ എടുക്കാം കേട്ടോ. മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇനി എടുക്കാം. മതിയോ? തൽക്കാലം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കാം കേട്ടോ. ഈ ചെറിയ പീസ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം മുക്കൂറ്റി മഞ്ഞൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുളവിയൊക്കെ നമ്മൾ കുത്തിയാൽ ഭയങ്കര വേദനയായിരിക്കും. അതുപോലെ തന്നെ നല്ല തടിച്ചൊക്കെ വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മഞ്ഞൾ എടുത്തിട്ട് നമ്മുടെ മുക്കൂറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഇല മാത്രം നമുക്കിപ്പോൾ തൽക്കാലം എടുക്കാം. അതിൻ്റെ ഇല മാത്രം നമ്മൾ ചേർത്തിട്ട് നമ്മുടെ മഞ്ഞളും മുക്കൂറ്റിയും കൂടെ മിക്സ് ചെയ്യുക. അതായത് നമുക്ക് അരച്ചെടുക്കാം ഒരു കല്ലിൽ വെച്ചിട്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും അരയ്ക്കുന്നത് ഈ ഒരു കല്ലിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലിലാണ് ഞങ്ങളിപ്പോൾ അരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അരച്ചിട്ട് ആ തടിച്ച് വന്നത്, അതായത് കുളവി കുത്തിയ ഭാഗത്ത് ഇതൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. വേദനയും കുറയും, അതിൻ്റെ തടിവും കുറയും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്പ്. നമുക്ക് സെക്കൻഡ് ടിപ്പ് നോക്കാം. അപ്പം എങ്ങനെ ഡിപ്പ് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എന്നിട്ട് ഇതുപോലെ നമ്മുടെ കുളവി കുത്തിയ ഭാഗത്ത്, ഇപ്പം ഞാൻ ചുമ്മാ കാണിക്കുന്ന കേട്ടോ, ഇതിൽ കുളവി കുത്തിയ ഭാഗത്ത് നമ്മൾ അതിൻ്റെ നീരൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ വേദനയും കുറയും, ആ തടിപ്പും കുറയും കേട്ടോ. അപ്പം നമുക്ക് സെക്കൻഡ് ടിപ്പ് നോക്കാം. അതായത് സെക്കൻഡ് ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുമയൊക്കെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചുമ പോകാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം അത് നമ്മളിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി, ചുമന്നുള്ളി, കുഞ്ഞുള്ളി എന്നൊക്കെ പറയുന്ന നമ്മുടെ ചെറിയൊരു ഉള്ളി ഉണ്ടല്ലോ, ആ ഉരുളി ഇപ്പോൾ പറഞ്ഞതിന് ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്.
ഈ ഒരു ഉള്ളിക്കകത്തോട്ട് നമ്മൾ നല്ല നാടൻ തേനാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നല്ല നാടൻ തേനാണ് ഞങ്ങളത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം തേൻ തന്നെ നിങ്ങൾ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഉള്ളിയും തേനും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു കുറച്ച് മിനിറ്റ് കഴിയുമ്പം ഈ ഉള്ളി തേന് വലിച്ചെടുക്കും. അപ്പം ആ ഒരു ഉള്ളിയും തിന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുമ പോകും കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചുമയുള്ള ആൾക്കാർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും കഴിക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കാം. ചെറുതേൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ചെറുതേനാണ് ഏറ്റവും നല്ലത്. ചെറുതേൻ കിട്ടിയില്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചാലും കുഴപ്പമില്ല. ഞങ്ങളിവിടെ ചെറുതേനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ജലദോഷം അതുപോലെ തന്നെ തലവേദനയ്ക്കൊക്കെ മാറാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ പനിക്കൂർക്കയില അതുപോലെ തന്നെ തുളസിയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ പനിക്കൂർക്കയില ഉപയോഗിച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്ന് ആഗ്രഹമുള്ളവർ അതായത് ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടാൽ മാത്രം മതി, ഞങ്ങൾ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ വീഡിയോ. അപ്പം നിങ്ങളാണെങ്കിൽ ഞാനപ്പോൾ ഇവിടെ പനിക്കൂർക്കയിലയും അതുപോലെ തന്നെ തുളസിയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചാൽ നമുക്ക് തലവേദന ജലദോഷമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നെഞ്ചിലെ കഫമൊക്കെ ഉള്ള ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ ആ കഫമൊക്കെ ഉരുകിപ്പോകാനും നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് പനിക്കൂർക്കയില ഇത് ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു തണ്ടോടുകൂടി തുളസി പറിക്കുമ്പോൾ നിങ്ങൾ തണ്ടോടുകൂടി പറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ പെട്ടെന്ന് പറിച്ചുകൊണ്ട് തണ്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ തണ്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. അമ്മ വെക്കുന്ന കണ്ടോ, അതുപോലെ നിങ്ങൾ തണ്ട് എടുത്തിട്ട് തുളസിയില അങ്ങനെ വേണം വെക്കണം. എന്നിട്ട് ഒരു പക്കടിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത് ചൂടാക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ചൂടാക്കുകയാണ്, കനലിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞങ്ങളിവിടെ ഗ്യാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഗ്യാസിലാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അപ്പോൾ തന്നെ ഇതായിക്കോളും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കത്തിച്ചിട്ട് അവിടുത്തെ അങ്ങ് വെച്ച് വെക്കുവാണ് കേട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട്. ഇത് ഇത്ര മതി, ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഞെരടി ഒന്ന് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ചാറ് കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരും കേട്ടോ ചാറ്. അപ്പോൾ നോക്കിയേ, കണ്ടോ, ഇതിൻ്റെ ചാറ് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചാറാണ് നമുക്ക് വേണ്ടത്. നല്ലപോലെ ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങളിവിടെ കുറച്ച് നീരെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ രാസ്നാദിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. രാസ്നാദി കണ്ടിട്ടില്ലാത്തവരായി ആരും കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രാസ്നാദിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. രാസ്നാദി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞങ്ങളിവിടെ ചൂടാക്കുന്നില്ല. ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ നിറുകൽ, അതായത് നമ്മുടെ ഉച്ചി എന്നൊക്കെ നമ്മൾ പറയും, ഞങ്ങൾ അങ്ങനെ പറയാം. അപ്പോൾ ഉച്ചിയിലൊക്കെ നമ്മളിതിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നല്ലതാണ് കേട്ടോ. നമുക്ക് തലവേദന ജലദോഷമൊക്കെ പോകും. അതുപോലെ തന്നെ നെറ്റിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തലവേദനയൊക്കെ പോകും. അതുപോലെ കഫക്കെട്ടൊക്കെ ഉരുകി വരും. കഫക്കെട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു 3 ടിപ്സായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.